ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വഇദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാത്തതായ ആളുകളുണ്ടോ, നമസ്കാരത്തെ സമയത്ത് ശ്രദ്ധിക്കാത്തതായ സഹോദരങ്ങളുണ്ടോ, സഹോദരിമാരുണ്ടോ, സൈദതീല സമാ, നമസ്കാരം ആകാശലോകത്തേക്ക് ഉയരുമ്പോ വലൈഹാ ഉൽമാ, ആ നമസ്കാരം ഇരുൾ മുറ്റപ്പെടുകയാണ്, നമസ്കാരം ഇരുൾ മുറ്റപ്പെടുകയാണ്. കാരണം നീ നിസ്കരിച്ച നമസ്കാരം സമയത്തല്ല. അതുകൊണ്ട് നമസ്കാരം ഇരുൾ മുറ്റപ്പെടുകയാണ്, ഇരുൾ മുറ്റപ്പെടുകയാണ്. തീർന്നില്ല. പ്രവാചകന് പഠിപ്പിക്കുകയാണ് തുറത്തുൽ മലായികത്തു സ്വലാത്തഹു, നിസ്കരിച്ചവന്റെ ചാരത്തേക്ക് തന്നെ നമസ്കാരത്തെ സ്വീകരിക്കാതെ മടക്കപ്പെടുമത്രേ. നമസ്കാരത്തെ തിരിച്ചയക്കുകയാണ്. നിസ്കരിച്ചവന്റെ ചാരത്ത് നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഉയർന്ന നമസ്കാരം അള്ളാന്റെ അർശിലേക്ക് എത്തിക്കാതെ മലക്കുകൾ അതിനെ ഭൂമിയിലേക്ക് തിരിച്ചുവിടുകയാണ്. കാരണം നീ നമസ്കരിച്ചത് തോന്നുമ്പോഴാണ്, നിന്റെ ജോലി തിരക്കുകൾ കഴിഞ്ഞിട്ടാണ്, നിന്റെ കച്ചവട തിരക്കുകൾ കഴിഞ്ഞിട്ടാണ്, നിന്റെ വീടിന്റെ പണി മുഴുവനും തീർത്തിട്ടാണ്, നിന്റെ തിരക്കുകൾ മുഴുവനും കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നിന്റെ നമസ്കാരത്തെ കബൂലാക്കൂല. ആ നമസ്കാരം നിന്റെ ഇടത് ഭാഗത്ത് വന്ന് തമ്പടിക്കുകയാണ്. ഫയദു അലൈ, നിസ്കരിച്ചവന് എതിരായി കൊണ്ട് നമസ്കാരം ദുആ ചെയ്യുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലയ്യകല്ലാഹു കമാ ലയ്യതനി, ലയ്യകല്ലാഹു കമാ ലയ്യതനി, നിസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കിയതുപോലെ അല്ലാഹു നിന്നെയും പാഴാക്കട്ടെ. അപകടങ്ങൾ നിനക്കുണ്ടാവട്ടെ, ദുരിതങ്ങൾ നിനക്കുണ്ടാവട്ടെ എന്ന് നമസ്കാരം തന്നെ നിനക്കെതിരായി ദുആ ചെയ്യമേ, പ്രതികൂലമായി പ്രാർത്ഥിക്കമേ. നീ നമസ്കാരത്തെ ആദ്യ വഖത്തിൽ നിസ്കരിച്ചില്ല എങ്കിലെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിസ്കരിക്കുന്നുണ്ട് പക്ഷെ ആ നമസ്കാരം എന്തല്ല, സമയത്തല്ല. അങ്ങനത്തെ വ്യക്തിയുടെ കാര്യമായി പറയുന്നു. നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നമസ്കാരം എന്തല്ല, സമയത്തല്ല. തോന്നുമ്പോ അവന്റെ ഇഷ്ടത്തിന് നിസ്കരിക്കുക. എല്ലാ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ ഇഷ്ടാനുസരണം നിസ്കരിക്കുക. ഭയങ്കര വിപത്താണ്, ചെറിയ വിപത്തല്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമസ്കാരം ചുട്ടവെക്കുന്ന സ്വാലിഹീങ്ങൾ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇബാദത്തിന് വേണ്ടിയാണല്ലോ റബ്ബ് നമ്മളെ പഠിച്ചത്.